ശബരിമല വെർച്വൽ ക്യൂ കർശനം. വയോധികരും കുട്ടികളും പരമ്പരാഗത കാനനപാത ഒഴിവാക്കണമെന്ന് ADM. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഹൈക്കോടതി വിധിപ്രകാരമുള്ള വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്ന് സന്നിധാനം ADM ഡോക്ടർ അരുൺ എസ് നായർ IAS അറിയിച്ചു. സന്നിധാനം ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ചേർന്ന 4ാമത് ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കുന്നതിനും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ തന്നെ ഭക്തർ ദർശനത്തിനെത്താൻ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, വയോധികർ, ചെറിയ കുട്ടികളുമായി വരുന്നവർ എന്നിവർ പരമ്പരാഗത കാനനപാത ഒഴിവാക്കി നിലയ്ക്കൽ പമ്പ റൂട്ട് വഴി സന്നിധാനത്തെത്തണമെന്ന് ADM നിർദ്ദേശിച്ചു. കാനനപാതയിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര വൈദ്യസഹായവും ആംബുലൻസ് സൗകര്യവും ലഭ്യമാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണിത്. നിലവിൽ വനപാലകരും അഗ്നിശമന സേനയും NDRFും ഏറെ പണിപ്പെട്ടാണ് കാനനപാതയിൽ അവശരാകുന്നവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നത്. നിലവിൽ ശബരിമലയിലെ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് സുരക്ഷിതവും സുഗമവുമായ ദർശനം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. മണ്ഡലവിളക്കുമായി ബന്ധപ്പെട്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി വിധിയുടെ പശ്ചാത്തലത്തിൽ വെർച്വൽ ക്യൂ നിർബന്ധിതമാക്കിയിട്ടുണ്ട്, സ്പോട്ട് ബുക്കിംഗും നിർബന്ധിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭക്തർ തീർച്ചയായിട്ടും വെർച്വൽ ക്യൂ അല്ലെങ്കിൽ കോടതി അനുവദിച്ചു തന്നിട്ടുള്ള നമ്പർ എണ്ണം സ്പോട്ട് ബുക്കിങ്ങുകളിൽ തന്നെ കൃത്യമായി വരാൻ ശ്രമിക്കുക. വെർച്വൽ ക്യൂ ലഭ്യമായ അതേ ദിവസങ്ങളിൽ തന്നെ ഭക്തർ ശബരിമല ദർശനത്തിനായി തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ടേക്ക് വെക്കുകയാണ്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു തിരക്ക് നിയന്ത്രണം സാധ്യമാക്കുകയും. i4A ന്യൂസ്, പാലാ.